ശബരിമല കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ആവശ്യപ്പെട്ടു. ചാലക്കുടി സോമനാഥ നഗറിൽ നടന്ന ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനത്തിൽ അധ്യക്ഷപ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭയിലും മന്ത്രിസഭയിലും ഹൈന്ദവ സമൂഹം ന്യൂനപക്ഷമായി കഴിഞ്ഞുവെന്നും ശബരിമല പ്രക്ഷോഭകാലത്ത് ആയിരക്കണക്കിന് കേസുകളാണ് അയ്യപ്പ ഭക്തരുടെ പേരിൽ എടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ആവശ്യം മുന്നോട്ട് വെച്ച് അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ എത്രയും പെട്ടെന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് നേരെയുള്ള കേസുകൾ പിൻവലിക്കണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മലബാർ ദേവസ്വം ബോർഡ് ഗുരുവായൂരിലെ പാർത്ഥസാരഥി ക്ഷേത്രമടക്കം നിരവധി ക്ഷേത്രങ്ങളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ആ ക്ഷേത്രങ്ങൾ മുഴുവൻ എത്രയും വേഗം ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സനാതനധർമ്മത്തിന്റെ തകർച്ച നമ്മുടെ സാമൂഹികവും കുടുംബപരവുമായ ബന്ധങ്ങളെ തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്ന് ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ ശ്രീരാമകൃഷ്ണ മഠം പ്രബുദ്ധ കേരളത്തിന്റെ പത്രാധിപർ സ്വാമി നന്ദാത്മജാനന്ദ പറഞ്ഞു. സനാതനധർമ്മത്തെ നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നു പോലും നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മതമാണ് 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 പ്രശ്നമെന്ന മുദ്രാവാക്യം കേരള സമൂഹത്തിൽ ഉയർന്നു കേട്ടു തുടങ്ങിയത് ഈ അടുത്ത കാലത്തല്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ പറഞ്ഞു. അതിന് നൂറ്റാണ്ടുകളുടെ തന്നെ പഴക്കമുണ്ട്. അതുകൊണ്ടാണ് യഹൂദ സമൂഹവും ഗാഢസാരസ്വതരും കേരളത്തിലേക്ക് കുടിയേറിയത്. മതം പ്രശ്നമായതുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് പടയോട്ടം നടത്തിയത്. 1921 മലബാർ കലാപവും മാറാട് കലാപവും മതം പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് നടന്നതെന്നും ശശികല ടീച്ചർ അഭിപ്രായപ്പെട്ടു. പത്മശ്രീ MK കുഞ്ഞോൻ മാസ്റ്റർ പതാക ഉയർത്തിയതോടെ ആരംഭിച്ച ഉദ്ഘാടന സഭയിൽ സ്വാഗത സംഘം ചെയർമാനും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KP ഹരിത സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി MV മധുസൂദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ നന്ദി പറഞ്ഞു. സമാപന സമ്മേളനത്തിൽ RSS ദക്ഷിണ ക്ഷേത്ര കാര്യവാഹ് M രാധാകൃഷ്ണൻ സമാപന സന്ദേശം നൽകി. ന്യൂനപക്ഷ മത നേതാക്കന്മാരുടെ പുരോഹിതന്മാരുടെ അരമനകൾ കയറി ഇറങ്ങുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ഇനി വരാൻ പോകുന്ന കേരളം എങ്ങനെയുള്ള കേരളമാണ് എന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിവേകാനന്ദ സ്വാമികളെ ഉപനിഷത്ത് കേന്ദ്രീകൃതമായ സനാതന ധർമ്മത്തിൻ്റെ ആ ഉയരത്തെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുകയുണ്ടായി. സ്വാമിജി ലോകത്തിന് മുമ്പിൽ മണ്ണുകൂടിയാണ് തൃശ്ശൂര് എന്നുള്ളത്. സാധാരണക്കാരന് അല്ലെ തങ്ങൾക്ക് അപ്രാപ്യമായത് ചാത്തന്മാരിലൂടെ സാധിക്കുമോ എന്നന്വേഷിക്കുന്ന തൃശ്ശൂരിൽ തന്നെയാണ് അദ്വൈത സിദ്ധാന്തം സാക്ഷാത്കരിച്ച ശങ്കരാചാര്യരാൽ മഠങ്ങൾ സ്ഥാപിക്കപ്പെട്ട് ഈ സനാതന ധർമ്മത്തിന്റെ ആഴം കൂടുതൽ ഗംഭീരമായി മനസ്സിലാക്കാനൊക്കെ സാധിച്ചത്. അപ്പൊ ഇതാണ് സനാതന